അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്. ഡിയർ സ്റ്റുഡൻസ്, അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. അതിനു മുമ്പ് ഒരു കാര്യം പറയേണ്ടത്, ലാംഗ്വേജ്. വാട്ട് യു മീൻ ബൈ ലാംഗ്വേജ്? ലാംഗ്വേജ് എന്തിനു യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ലാംഗ്വേജ്? നമ്മൾ സാധാരണ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, അല്ലേ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അല്ല, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു പ്രോബ്ലം യൂസിങ് അൽഗരിതം, പ്രോബ്ലം സോൾവിങ് യൂസിങ് അൽഗരിതം. അൽഗരിതം യൂസ് ചെയ്ത് നമ്മൾ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പം പ്രോഗ്രാമിംഗ് ഈസ് ഓൾസോ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മളൊരു പ്രോബ്ലത്തെ അൽഗരിതം വെച്ച് സോൾവ് ചെയ്തു, അത് നമ്മൾ ഡയറക്റ്റ്ലി കമ്പ്യൂട്ടറിനകത്ത് ഫീഡ് ചെയ്ത് അതിനെ അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്ത് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം അത് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ രീതിയിൽ ഫോർമാറ്റിൽ വേണം നമ്മളത് എഴുതി കൊടുക്കാൻ. അപ്പം അതിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഇപ്പം നമ്മളൊരു പ്രോബ്ലം അൽഗരിതം യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്തു. ആ സോൾവ് ചെയ്ത് ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡയറക്റ്റ്ലി കമ്പ്യൂട്ടേഴ്സിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രോസസ് ദാറ്റ് അൽഗരിതം. ആ അൽഗരിതത്തെ നമുക്ക് ഡയറക്റ്റ്ലി പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്തിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്യും? ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്യും. ഈ ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും പറയും. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും പറയും. അൽഗരിതത്തിനകത്ത് നമ്മൾ പറഞ്ഞപ്പം അവിടെ ഒരു റൂൾസോ റെഗുലേഷൻസോ പറയുന്നില്ല. അവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മറ്റുള്ളവർക്ക് മനസ്സിലാകണം, നിങ്ങൾ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മീനിങ് ഫുൾ ആയിരിക്കണം. അറ്റ് ലാസ്റ്റ് യു ഹാവ് ടു ഗെറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം, അല്ലെങ്കിൽ ഔട്ട്പുട്ട്. യു ഗെറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി പ്രോബ്ലം. അപ്പം നിങ്ങൾ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സോൾവ് ചെയ്യാം. അതിനകത്ത് ഒരു റൂൾസോ റെസ്ട്രിക്ഷൻസോ പറയുന്നില്ല. പക്ഷേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുമ്പോൾ അവിടെ കുറച്ച് റൂൾസും റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും പറയുന്നുണ്ട്. അതിന് വിധേയമായിട്ട് വേണം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ പ്രോബ്ലം എഴുതേണ്ടത്, സോൾവ് ചെയ്യേണ്ട പ്രോസസ്സ് നമ്മൾ അല്ലെങ്കിൽ സ്റ്റെപ്സ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ ധാരാളം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്. അതിലൊന്നാണ് C++. നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് C++. പിന്നെ ഉള്ളത് ജാവ, VB, .NET, പൈത്തൺ. അങ്ങനെ ധാരാളം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേങ്കിൽ നിങ്ങൾക്ക് സിലബസിൽ തന്നേക്കുന്നത് C++ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്, ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് പറയുന്നത് ക്യാരക്ടർ സെറ്റ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് തന്നെ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. അപ്പോൾ അതിനകത്ത് ആ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലാംഗ്വേജിനകത്ത് എന്തൊക്കെ വരാം? ഡിജിറ്റ്സ് വരാം, അല്ലേ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിജിറ്റ്സ്, ലെറ്റേഴ്സ്, ഹ്യൂമൻ റീഡബിൾ ഫോമിലുള്ള എല്ലാ സിമ്പിൾസും. ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് അതൊരു ലാംഗ്വേജ് ആയിട്ട് മാറുന്നത്. ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, അക്ഷരങ്ങളുണ്ടാവാം. അതുപോലെ ഡിജിറ്റ്സ്, നമ്പേഴ്സ് ഉണ്ടാവാം, അക്കങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ സിമ്പിൾസും ഉണ്ടാവാം. ഹ്യൂമൻ റീഡബിൾ ഫോമിലുള്ള എല്ലാ സിമ്പിൾസും ഏതിനകത്ത് വരും? ലാംഗ്വേജിനകത്ത് വരും. അതുപോലെ C++ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സെറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? അതാണ് നമ്മൾ നോക്കാൻ പറയുന്നത്. അപ്പം ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ്. സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് in a language
language which is the fundamental units of the language, which is the fundamental units of the language. ക്യാരക്ടർ സെറ്റ് ഇല്ലെങ്കിൽ ലാംഗ്വേജും ഇല്ല. ഇപ്പം ലാംഗ്വേജ് ഫോം ചെയ്യണമെങ്കിൽ ദർ മസ്റ്റ് ബി സം വാലിഡ് ക്യാരക്ടർ സെറ്റ്സ്. അപ്പം നമ്മുടെ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജാണ്. അതിനകത്ത് എന്തൊക്കെ വരാം? എ തൊട്ട് ഇസഡ് വരെയുള്ള ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരാം. എ തൊട്ട് ഇസഡ് വരെയുള്ള സ്മോൾ ലെറ്റേഴ്സ് വരാം. 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് വരാം. അതുപോലെ തന്നെ സിമ്പിൾസ്, പ്ലസ് മൈനസ്, ബ്രേസസ്, ബ്രാക്കറ്റ്സ് ഒക്കെ വരാം. കോമ വരാം, ഡബിൾ കോട്ട്സ് വരാം. അപ്പം ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള എല്ലാ സിമ്പിൾസും അതിനകത്ത് വരാം. അപ്പോൾ നമുക്ക് C++ പ്രോഗ്രാമിനകത്ത് വരുന്ന ക്യാരക്ടർ സെറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലെറ്റേഴ്സ്. അപ്പം സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ഇൻ എ ലാംഗ്വേജ് വിച്ച് ഈസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് ലാംഗ്വേജ് വിച്ച് ആക്ട് ആസ് ദി ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ദി ലാംഗ്വേജ്. അപ്പം ക്യാരക്ടർ സെറ്റ് എന്താണ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അതിൽ ഫസ്റ്റ് വണ്ണാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ക്യാരക്ടേഴ്സ് C++, അതായത് ഹ്യൂമൻ റീഡബിൾ ഫോമിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഈ C++നകത്ത് യൂസ് ചെയ്യും. മനുഷ്യർക്ക് മനസ്സിലാവുന്ന എന്തൊക്കെയുണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടോ അതെല്ലാം C++ പ്രോഗ്രാമിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് മീൻസ് A to Z വരെയുള്ള എല്ലാ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ആസ് വെൽ ആസ് സ്മോൾ ലെറ്റർ, അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്റർ ആസ് വെൽ ആസ് ലോവർ കേസ് ലെറ്റർ. ക്യാപിറ്റൽ ലെറ്ററിന് നമ്മൾ പറയും അപ്പർ കേസ് ലെറ്റർ എന്നും പറയും, സ്മോൾ ലെറ്ററിനെ നമ്മൾ പറയും ലോവർ കേസ് ലെറ്റർ എന്നും പറയും. അപ്പം ലെറ്റേഴ്സിനകത്ത് A തൊട്ട് Z വരെയുള്ള എല്ലാ ലെറ്റേഴ്സും യൂസ് ചെയ്യാം. അതുപോലെ സ്മോൾ ലെറ്റേഴ്സും അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റേഴ്സും യൂസ് ചെയ്യാം. A തൊട്ട് Z വരെ എല്ലാ ലോവർ കേസ് ലെറ്റേഴ്സും യൂസ് ചെയ്യാം. 2 ഡിജിറ്റ്സ് up to 0 to 9 അല്ലേ? 0 to 9 കോമ്പിനേഷൻ ആണ് ബാക്കി വരുന്ന എല്ലാ നമ്പേഴ്സും. നിങ്ങൾ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചതാണ്. 0 to 9 കോമ്പിനേഷൻ ആയിരിക്കും ബാക്കി വരുന്ന എല്ലാ നമ്പേഴ്സും. അപ്പം ആ ഡിജിറ്റ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യാം. അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. Special characters means plus, minus, single quote, double quote, comma, full stop, brackets, braces, exclamatory mark. ഇതെല്ലാം തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ആ കീബോർഡിനകത്ത് കാണുന്ന എല്ലാ സിമ്പിൾസും മിക്കവാറുള്ള ഓൾമോസ്റ്റ് ഓൾ സിമ്പിൾസും നമുക്ക് ഏതിനകത്ത് യൂസ് ചെയ്യാം? C++ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മീൻസ് പ്ലസ്, മൈനസ്, സ്ലാഷ്, എക്സ്പൊണന്റ്, ഇങ്ങനത്തുള്ള എല്ലാം, ആംപർസാൻഡ് സിംബൽ, ക്വസ്റ്റ്യൻ മാർക്ക്, ഇതെല്ലാം തന്നെ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനകത്ത് വരുന്നതാണ്. അതായത് ആ കീബോർഡിൽ കാണുന്ന എല്ലാ സിമ്പിൾസും നിങ്ങൾക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ട് പറയാം. അതുപോലെ ഫോർത്ത് വൺ വൈറ്റ് സ്പേസസ്. വൈറ്റ് സ്പേസസിനകത്ത് വരുന്നതാണ് സ്പേസ് ബാർ, ബ്ലാങ്ക് സ്പേസ്. നമ്മുടെ കീബോർഡിനകത്തുള്ള സ്പേസ് ബാർ, ഹൊറിസോണ്ടൽ ടാബ്, എൻ്റർ കീ. എൻ്റർ കീക്ക് പറയുന്ന വേറൊരു പേരാണ് ക്യാരേജ് റിട്ടേൺ. എൻ്റർ കീക്ക് പറയുന്ന വേറൊരു പേരാണ് ക്യാരേജ് റിട്ടേൺ. ഇപ്പോൾ ഹൊറിസോണ്ടൽ ടാബ്, വെർട്ടിക്കൽ ടാബ്,
എൻ്റർ കീ, അല്ലെങ്കിൽ പറയാം ക്യാരി ലിറ്റർ, ന്യൂ ലൈൻ, ഫോം ഫീഡർ, ഇതൊക്കെ അതിനകത്ത് വരും. ന്യൂ ലൈൻ എന്താണെന്ന് ഞാൻ പറയാം. ന്യൂ ലൈൻ എക്സെട്ര. വെർട്ടിക്കൽ ടാബ്, സ്പേസ് ബാർ, ഹൊറിസോണ്ടൽ ടാബ്, എൻ്റർ കീ, ക്യാരേജ് റിട്ടേൺ, ഫോം ഫീഡ്, ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളതിനാണ് വൈറ്റ് സ്പേസ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ആ ക്യാരക്ടേഴ്സ് നമുക്ക് കുറച്ച് സ്പേസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെ, സ്പേസ് ബാർ എന്ന് പറയും ഒരു സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കർസർ ഒരു സ്പേസ് മാറി അതിൻ്റെ പൊസിഷൻ കാണിക്കും. അപ്പം വൈറ്റ് സ്പേസിനകത്ത് വരുന്നതാണ് സ്പേസ് ബാർ, ഹൊറിസോണ്ടൽ ടാബ്, എൻ്റർ കീ, ന്യൂ ലൈൻ, കുറേ ഉണ്ട്. വെർട്ടിക്കൽ ടാബ്, ഫോം ഫീഡ്, അങ്ങനെ കുറച്ചുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ വാലിഡാണ് C++നകത്ത്. അതുപോലെ തന്നെ ASCII 256, ASCII അതായത് ASCII 8 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും എവിടെ യൂസ് ചെയ്യാം? ഈ C++ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാം. 5th വൺ അതർ ക്യാരക്ടേഴ്സിനകത്ത് പറയുന്നത് it supports all characters that can be represented using ASCII 8. ASCII 8 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും എവിടെ യൂസ് ചെയ്യാം? C++ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ C++ ലാംഗ്വേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പൊതുവെ പറയാം, എല്ലാ ലെറ്റേഴ്സും A to Z വരെയുള്ള ലോവർ കേസ് ലെറ്റർ, അപ്പർ കേസ് ലെറ്റേഴ്സ്, അതുപോലെ തന്നെ ഡിജിറ്റ്സ് എല്ലാം 0 to 9, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് പ്ലസ്, മൈനസ്, സ്ലാഷ്, ഡബിൾ കോഡ്, സിംഗിൾ കോഡ്സ്, കോമ, ഡോട്ട്, ഫുൾ സ്റ്റോപ്പ്, ഡോട്ട്, എക്സ്ക്ലമേറ്ററി മാർക്ക്, അതായത് ആ കീബോർഡിനകത്തുള്ള എല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും സിമ്പിൾസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വൈറ്റ് സ്പേസസ് ലൈക്ക് ബ്ലാങ്ക് സ്പേസ്, ഹൊറിസോണ്ടൽ ടാബ്, എൻ്റർ കീ, എക്സെട്ര. അതുപോലെ ASCII 8 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും, അതായത് 256 ക്യാരക്ടേഴ്സാണ് ASCII 8 സപ്പോർട്ട് ചെയ്യുന്നത്. ആ 256 ക്യാരക്ടേഴ്സും എവിടെ യൂസ് ചെയ്യാം? ഈ പ്രോഗ്രാമിംഗ്, C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാണ് ക്യാരക്ടർ സെറ്റ്. അടുത്ത പറയുന്നത് ടോക്കൺസ്. It acts as the building block, fundamental building block of the C++ program. It acts as the fundamental building blocks of C++ program. Of C++ program. It acts as the fundamental building blocks of C++ program. ഈ ടോക്കൺസിന് പറയുന്ന വേറൊരു പേരാണ് ലെക്സിക്കൽ യൂണിറ്റ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലെക്സിക്കൽ യൂണിറ്റ്സ്. ലെക്സിക്കൽ, LEXICAL, ലെക്സിക്കൽ യൂണിറ്റ്സ്. ടോക്കൺസിന് പറയുന്ന വേറൊരു പേരാണ് ലെക്സിക്കൽ യൂണിറ്റ്സ്.
ഈ C++ പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്തിലൂടെയാണ്? ടോക്കൺസിൻ്റെ സഹായത്തിലൂടെയാണ്. മെയിനായിട്ട് നിങ്ങൾക്ക് 5 ടോക്കൺസ് ആണ് പറയുന്നത്. 5 ടോക്കൺസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കീവേഡ്. സെക്കൻഡ് വൺ identifiers. First one is keyword, second one is identifiers, third one literals, fourth one punctuators, fifth one operators. Keywords, identifiers, literals, punctuators, operators. ഇത്രയും കാര്യങ്ങളാണ് ടോക്കൺസിനകത്ത് വരുന്നത്. ഇപ്പോൾ ടോക്കൺസ് ആക്ട് ആസ് ദി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി C++ പ്രോഗ്രാം. എല്ലാത്തിലും ഉണ്ട് ടോക്കൺസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജിനകത്ത് സെയിം ആയിട്ടുള്ള, ഇപ്പം ജാവ എടുത്താലും C++ എടുത്താലും C എടുത്താലും PB എടുത്താലും .NET എടുത്താലും ബേസിക് കോൺസെപ്റ്റൊക്കെ സിമിലർ തന്നെയാണ്. അവിടെയും ടോക്കൺസ് ഉണ്ട്, എല്ലായിടത്തും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, എല്ലായിടത്തും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതെല്ലായിടത്തും ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എല്ലായിടത്തും സിമിലർ തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ലാംഗ്വേജ് തമ്മിൽ നോക്കുമ്പോൾ വരാം. പക്ഷെ ബേസിക് കോൺസെപ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സെയിം തന്നെയാണ്. C++ എടുത്താലും C എടുത്താലും ജാവ എടുത്താലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോവാണ് കീവേഡ്സ്. Keywords are special words that convey a specific meaning to the C++ compiler. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോവാണ് കീവേഡ്സ്. ആർ വേർഡ്സ്, സ്പെഷ്യൽ വേർഡ്സ് ആണ്. ആ സ്പെഷ്യൽ വേർഡ്സ് that convey സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പെസിഫിക് മീനിങ് ടു ദി C++ compiler. Convey specific meaning to the, ഇവിടെ നമ്മൾ C++ ആയതുകൊണ്ട് C++ കമ്പൈലർ എന്ന് പറയും. C++ കമ്പൈലർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ലാംഗ്വേജ് പ്രോസസ്സറിനെ കുറിച്ച് പറഞ്ഞതാണ്. 2 ടൈപ്പ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സറാണുള്ളത്, കമ്പൈലറും ഇൻ്റർപ്രറ്ററും. അതിൻ്റെ ഡിഫറൻസ് ഞാൻ ആ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ കമ്പൈലറിൻ്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രോഗ്രാം ലാംഗ്വേജ് എഴുതുന്ന കോഡ് എന്ന് പറയുന്ന ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിൽ എഴുതുന്ന സാധനമാണ്. അതിനെ നമ്മൾ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കമ്പൈലർ. നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ മെഷീൻ ഫോമിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. മെഷീൻ ലാംഗ്വേജ് മീൻസ് ദ കോമ്പിനേഷൻ ഓഫ് 0 and 1s. മെഷീൻ ലാംഗ്വേജിനകത്ത് എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് 0ഉം 1ഉം യൂസ് ചെയ്താണ്. അപ്പം അതിനെ നമ്മൾ ഹ്യൂമൻ റീഡബിൾ ഫോമിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം. എല്ലാ ഹൈ ലെവൽ ലാംഗ്വേജസിനും അതിൻ്റേതായ കറസ്പോണ്ടിങ് കമ്പൈലേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റേഴ്സ് കാണും. അപ്പം നമുക്ക് C++നെ സംബന്ധിച്ചോളം നമ്മൾ നമ്മൾ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കമ്പൈലേഴ്സ് ആണ്, ഇൻ്റർപ്രറ്റേഴ്സ് അല്ല, കമ്പൈലേഴ്സ് ആണ്. ഓക്കെ. അപ്പം കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ വേർഡ്സ് ആണ്. വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദി കമ്പൈലർ. ആ വേർഡ് കണ്ടു കഴിഞ്ഞാൽ എന്നതാണ് അത് ചെയ്യേണ്ടതെന്ന് കമ്പൈലറിന് മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ആർ വേർഡ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ വേർഡ്സ് that are used for അല്ലെങ്കിൽ that represents
അല്ലെങ്കിൽ that are used for specific purpose, that are used for specific purpose. ആ വേർഡ്സ് ആ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ആ വേറെ ഒരിടത്ത് നമുക്ക് ആ വേർഡ് എടുത്ത് യൂസ് ചെയ്യാനുള്ള എന്താ പറയുക റൈറ്റ്സ് ഇല്ല. അവർ പറയുന്ന എന്താണ് ആ പർപ്പസിന് വേണ്ടി മാത്രമേ ആ വേർഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അൽഗോരിതത്തിൽ റൂൾസും റെഗുലേഷൻസും ഇല്ല. പക്ഷെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അതുണ്ട്. അവർ കുറച്ച് റൂൾസ് റെഗുലേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് വിധേയമായിട്ട് വേണം നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടത്. ഒരു കാര്യം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മൾ ഈ അൽഗോരിതത്തിനെ ഹൈ ലെവൽ ലാംഗ്വേജിൽ യൂസ് ചെയ്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിന് അൽഗോരിതം എന്നല്ല പറയുന്നത്. അതിന് നമ്മൾ പറയുന്നത് പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്. മനസ്സിലാവും. ഏതെങ്കിലും അൽഗോരിതത്തെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് അതിനെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രോഗ്രാം. ആരാണോ എഴുതുന്നത്, ആ പ്രോഗ്രാം ആരാണോ എഴുതുന്നത് അയാളെ നമ്മൾ പറയുന്നതാണ് പ്രോഗ്രാമർ എന്ന് പറയും. ആ പ്രോഗ്രാം എഴുതുന്ന ആളെ നമ്മൾ പ്രോഗ്രാമർ എന്നും ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ പറയുന്നത് പ്രോഗ്രാം എന്നുമാണ്. ഓക്കെ. അപ്പോൾ കീവേഡ്സ് ആർ സ്പെഷ്യൽ വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദി C++ കമ്പൈലർ. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പറയാം, ആർ വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ഒരൊറ്റ പർപ്പസിന് വേണ്ടി മാത്രമേ അത് യൂസ് ചെയ്യത്തുള്ളൂ. വേറൊരിടത്തും ആ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ചെയ്താൽ അത് സിൻടാക്സ് എറർ ആയിട്ട് വരും. അപ്പം അതിന് എക്സാമ്പിളാണ് ഇൻറ്റ്, ഇഫ്, ഡു, വൈൽ, ക്യാച്ച്, ത്രോ, എക്സെട്ര. ഏകദേശം 48 കീവേഡ്സ് പറയുന്ന കീവേഡ്സ് ഉള്ള ടേബിൾ നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുണ്ട്. അത് നോക്കുക. ഓക്കെ. അപ്പം കീവേഡ്സിന് എന്താണ്? ആർ വേർഡ്സ് ദാറ്റ് ഹാവ് സ്പെഷ്യൽ മീനിങ് അല്ലെങ്കിൽ ദാറ്റ് ആർ യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ആ പർപ്പസിന് വേണ്ടി മാത്രമേ കീവേഡ്സ് യൂസ് ചെയ്യുള്ളൂ. സെക്കൻഡ് വൺ ഈസ് ഐഡൻറ്റിഫയേഴ്സ്. Identifiers are, എന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആർ യൂസ്ഡ് ടു, ആർ വേർഡ്സ്, ആർ യൂസർ ഡിഫൈൻഡ് words that are used to represent അല്ലെങ്കിൽ വേർഡ്സ് നമുക്ക് നെയിംസ് എന്ന് വേണമെങ്കിൽ പറയാം. are used to represent different programming elements, elements such as memory location, statements, functions, class, etc. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്ന നെയിംസ് ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു?
പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ്, ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. ആ വേർഡ്സ് ഡിഫൈൻ ചെയ്യുന്നത് ബൈ ദ പ്രോഗ്രാമർ. ആരാണോ പ്രോഗ്രാം എഴുതുന്നത് അയാൾ തന്നെയാണ് ഈ ഐഡൻറ്റിഫയേഴ്സിന് പേര് കൊടുക്കുന്നത്. പറയാൻ മനസ്സിലാവുന്നുണ്ട്? അയാൾ തന്നെയാണ് അതിനകത്തുള്ള ഡേറ്റ, അല്ലെങ്കിൽ ഫംഗ്ഷൻ ആവാം, സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം, ക്ലാസ് ആവാം. നിങ്ങൾക്ക് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളെ നിങ്ങൾ ഈ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുള്ളൂ. ഒന്ന് വേരിയബിൾ, രണ്ട് ഫങ്ഷൻസ്. അതെന്താണ് ഞാൻ ഇപ്പം പറയും. അപ്പം അങ്ങനെയുള്ള വേർഡ്സിനെ അല്ലെങ്കിൽ നെയിംസിനെയാണ് നമ്മൾ പറയുന്ന ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറേ നെയിംസ് ദാറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമർ. ആ പ്രോഗ്രാം എഴുതുന്ന ആരാണോ അയാളാണ് ആ പേര് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള വേർഡ്സിനെയാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് പറയുന്നത് വേരിയബിൾസ്. ഐഡൻറ്റിഫയേഴ്സിനകത്ത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഉള്ളത് വേരിയബിൾസും ഫംഗ്ഷനും. അതെന്താണ് ഞാൻ പറയാൻ പോകുന്നത്. First one is variables. Variables is also an identifier. Variable is also an identifier. ഇത് ഞാൻ കഴിഞ്ഞ സെക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ആവർത്തിക്കാം. ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞൊരു കാര്യമാണ് ക്ലാസ് റൂം ടീച്ചിങ് അല്ലേ. ക്ലാസ് റൂം ടീച്ചിങ്ങിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റയുണ്ട്. ടീച്ചർ എന്ന ഡേറ്റയുണ്ട്, സ്റ്റുഡൻറ്റ് എന്ന ഡേറ്റയുണ്ട്, ബോർഡ് എന്നുള്ള ഡേറ്റയുണ്ട്, പെൻ എന്നുള്ള ഡേറ്റയുണ്ട്. എന്തിനേയും നമുക്ക് ഡേറ്റ ആയിട്ട് പറയാം. നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന എന്തിനേയും നമുക്ക് ഡേറ്റ ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങിൻ്റെ കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഡേറ്റയാണ്. അപ്പം ആ ടീച്ചർ, ഫോർ എക്സാമ്പിൾ എൻ്റെ ക്ലാസ് ആണെങ്കിൽ ആ ടീച്ചറിനെ റെഫർ ചെയ്യാൻ ഒരു പേര് വേണം. ടീച്ചറിനെ റെഫർ ചെയ്യാൻ ഒരു പേര് വേണം. അല്ലെങ്കിൽ ഒരു ഡേറ്റയെ റെഫർ ചെയ്യാൻ വി ഷുഡ് ഹാവ് എ നെയിം. അങ്ങനെയുള്ള നെയിംസിനെയാണ് നമ്മൾ പറയുന്നത് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പം ടീച്ചർ എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ്, ഞാനെന്ന് പറയുന്ന ഒരു ഡേറ്റയാണ്. അപ്പോൾ എന്നെ റെഫർ ചെയ്യുന്ന മാത്യു എന്ന് വെച്ച പേരാണെങ്കിൽ ആ ഡേറ്റയെ റെഫർ ചെയ്യുന്നത് എന്താണ്? ഈ മാത്യു എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്താണ് ആ ടീച്ചർ എന്ന് പറയുന്ന ഡേറ്റയെ റെഫർ ചെയ്യുന്നത്. ഇൻ കമ്പ്യൂട്ടേഴ്സ് ഡേറ്റാസ് ആർ സ്റ്റോർഡ് ഇൻ മെമ്മറി. അപ്പം വേരിയബിൾസ് റെഫർ ചെയ്യുന്നത് എന്തായിരിക്കും? ആ മെമ്മറി ലൊക്കേഷനെ ആയിരിക്കും. ആ ഡേറ്റ ഇരിക്കുന്ന പൊസിഷൻ ഏതോ അതിനെ ആയിരിക്കും ഈ വേരിയബിൾസ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, വേരിയബിൾസ് അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിനകത്ത് ഒരു മെമ്മറി ലൊക്കേഷനിലാണ്. ആ മെമ്മറി ലൊക്കേഷനെ റെഫർ ചെയ്യുന്നതാണ് വേരിയബിൾ. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പറയാം, ആ ഡേറ്റയെ റെഫർ ചെയ്യുന്നതാണ് വേരിയബിൾസ്. ഓക്കെ, അപ്പം വേരിയബിൾസ് ആർ ഐഡൻറ്റിഫയേഴ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. വേരിയബിൾസ് എങ്ങനെ പറയാം? ഇറ്റ്സ് ഐഡൻറ്റിഫയർ യൂസ് ടു റെപ്രസെൻറ്റ് മെമ്മറി ലൊക്കേഷൻ, അല്ലെങ്കിൽ യൂസ് ടു റെപ്രസെൻറ്റ് ഡേറ്റ. മെമ്മറി ലൊക്കേഷൻ ഇരിക്കുന്ന എന്താണ്? ഡേറ്റയാണ്. അപ്പോൾ ആ ഡേറ്റയെ അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്? വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് ആർ നെയിംസ് യൂസ് ടു റെപ്രസെൻറ്റ് memory location. Memory location means our memory location is data store ചെയ്യുന്നെങ്കിൽ we have to need memory location. അതാണ് data. Names used to represent memory location is called data. അടുത്ത ഫംഗ്ഷൻ. Functions are identifiers അല്ലെങ്കിൽ names that are used to represent
a set of statements അല്ലെങ്കിൽ used to refer a set of statements are called function names. അപ്പോൾ names used to refer അല്ലെങ്കിൽ represent used to refer a set of statements is called a function. ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. എന്നാൽ ഞാൻ ഇപ്പം പറയുകയാണ്, ഫങ്ഷൻസ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്. ഫങ്ഷൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിനെ നമ്മൾ ദാറ്റ് യൂസ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എഴുതുന്ന കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്രോഗ്രാം ഈസ് ഓൾസോ എ ഫങ്ഷൻ. നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ഒരു ഫങ്ഷൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, C ഈസ് ഈക്വൽ ടു A പ്ലസ് B ഇറ്റ്സ് എ പ്രോസസ് അല്ലേ? അതൊരു പ്രോസസ്സാണ്, അതൊരു പ്രോബ്ലമാണ്. എയും ബിയും കൂടെ കൂട്ടി സിയിൽ സ്റ്റോർ ചെയ്യാം. അതിൻ്റെ സം എത്രയാണ്? സി സ്റ്റോർ ചെയ്യാം, അതിൻ്റെ അത് ഔട്ട്പുട്ട് ചെയ്യാം. ഇറ്റ്സ് എ പ്രോഗ്രാം, ഇറ്റ്സ് എ പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം എഴുതാനായിട്ട് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ ഫംഗ്ഷൻ. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറയുന്നതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എഴുതും. അൽഗോരിതം പോലെ തന്നെ അത് ഞങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കഴിഞ്ഞ സെക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4th ചാപ്റ്റർ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പ്രോഗ്രാമും അൽഗോരിതം തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതും. ഇതിന് നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കും. ഒരു ഫംഗ്ഷൻ അതും ഡിഫൈൻ ചെയ്യുന്ന പ്രോഗ്രാമർ തന്നെയാണ്. ആരാണോ എഴുതുന്നത് അയാൾ തന്നെയാണ് പേര് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പേര് കൊടുക്കുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഫംഗ്ഷൻ നെയിം ഇപ്പോൾ ഞാനിവിടെ C = A + B. അപ്പോൾ അതെൻ്റെ പർപ്പസ് എന്താണ്? ടു ആഡ് ടു നമ്പേഴ്സ്. അപ്പോൾ എനിക്ക് ആ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാനൊരു പേര് കൊടുക്കുകയാണ്, ആഡ്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പേരെന്താണ്? ആഡ്. അപ്പോൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നെയിംസിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷനാണ്, ആ പേര് ഫംഗ്ഷൻ നെയിം ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഫംഗ്ഷൻ നെയിം കഴിഞ്ഞിട്ട് ഇതുപോലത്തെ 2 ബ്രാക്കറ്റ്സ്. ഈ ബ്രാക്കറ്റ്സ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇറ്റ്സ് എ ഫംഗ്ഷൻ നെയിം. അതെല്ലായിടത്തും ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇങ്ങനെ തന്നെ പറയാം. ഓക്കെ, ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ആ ഫംഗ്ഷൻ നെയിം കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 ബ്രാക്കറ്റ്സ് നമ്മൾ കൊടുക്കും. ആ ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ, ഒരു നെയിം കഴിഞ്ഞാൽ ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ മനസ്സിലാക്കിക്കോണം ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം വേരിയബിൾസ് ഫങ്ഷൻസ് എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഫങ്ഷൻസ് ആർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ യൂസ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ജോബ് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ലൈൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസിന് നമ്മൾ കൊടുക്കുന്ന ഫങ്ഷൻ നെയിംസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഫങ്ഷന് കൊടുക്കുന്ന നെയിമിനെയാണ് നമ്മൾ പറയുന്നത് ഫങ്ഷൻ നെയിംസ് എന്ന് പറയുന്നത്. ഫങ്ഷൻ നെയിംസ്. അപ്പോൾ നെയിംസ് യൂസ് ടു റെഫർ എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കോൾഡ് ഫങ്ഷൻ നെയിം. സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കോൾഡ് ഫങ്ഷൻ. ഈ പ്രോഗ്രാമിനകത്ത് നമ്മളെല്ലാം എഴുതുന്നത്, നമ്മൾ പ്രോഗ്രാമിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എഴുതുന്നത് ഫങ്ഷനകത്താണ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്താണ് നമ്മൾ എല്ലാത്തിനും എഴുതുന്നത്. നിങ്ങൾ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ പഠിക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് വേരിയബിളും ഫങ്ഷൻസും. അടുത്ത നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യങ്ങൾ പറയുന്നത് ലേബൽസ്.
ലേബൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിംസ് തന്നെയാണ്. ഇറ്റ്സ് ഓൾസോ നെയിംസ്. അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ് മീൻസ് നെയിംസ്. ഐഡന്റിഫയേഴ്സ് യൂസ് ടു റെപ്രസെന്റ് എ സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ ഐഡന്റിഫയർ അസൈൻ ടു എ സ്റ്റേറ്റ്മെന്റ്. Identifier, the name assigned to a statement. Names means identifiers assigned to a statement. A collection of statements are called a function എന്ന് പറഞ്ഞില്ലേ. collection of statements are called a function to perform a particular task. അപ്പോൾ ആ ഫംഗ്ഷനകത്ത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സി ഔട്ട് ഐ ഒരു സ്റ്റേറ്റ്മെന്റ്. അതെന്താന്നുള്ളത് പിന്നെ പറയാം. തൽക്കാലം മനസ്സിലാക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു വാല്യൂ കൊടുക്കുകയാണ് 20. ഇഷ്ടമുള്ള ലേബൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇതെല്ലാം യൂസർ ഡിഫൈൻഡ് ആണ്. ലേബൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, വേരിയബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പക്ഷേ കുറച്ച് റൂൾസ് ഉണ്ട്. അതിന് വിധേയമായിട്ട് മാത്രമേ നിങ്ങൾ അത് നെയിം ചെയ്യാൻ പാടുള്ളൂ. അൽഗോരിതത്തിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ബട്ട് ഡിപ്പെൻഡ് ഓൺ സം റൂൾസ്. അല്ലെങ്കിൽ ഒരു പറയുന്ന നിയമത്തിന് അനുസൃതമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് പേര് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം സി ഔട്ട് ഐ ലേബലിൻ്റെ കാര്യമാണ്. നെയിംസ് അസൈൻ ടു എ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ഒരു ഫംഗ്ഷനകത്തുള്ള സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത്. സി ഔട്ട് ഐ. ഈ സി ഔട്ട് ഐ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു നെയിമാണ് 20. ഇതിന് നമ്മൾ എന്താ പറയുക? ഒരു സ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നെയിംസിനെ നമ്മൾ പറയുന്നതാണ് ലേബൽസ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഒരു ഫംഗ്ഷനകത്തുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാല്യൂ നെയിംസിനെയാണ് നമ്മൾ ലേബൽസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കിയത്. 3 കാര്യങ്ങളാണ് ഈ ഐഡന്റിഫയേഴ്സിൽ പറഞ്ഞത്. ഒന്ന്, variables that refer a data or memory location. Function names are names that are given to a set of statements. And labels, names assigned to a statement. ഒരു സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ഒരു നെയിം നമ്മൾ കൊടുക്കുകയാണ്. ഐഡന്റിഫൈ ചെയ്യാൻ സ്റ്റേറ്റ്മെന്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ലേബൽസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് പറയാൻ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് പറയുന്നത് വേരിയബിൾസും ഫംഗ്ഷൻസും ആണ്. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അൽഗോരിതത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻസ് പേര് കൊടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും പറയുന്നില്ല. പക്ഷെ ആ പേര് കൊടുക്കുമ്പോൾ എന്താണ് ആ പേര് മീൻ ചെയ്യുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്ന രീതിയിൽ കൊടുക്കുന്നതായിരിക്കും അഭികാമ്യം എന്നേ പറയുന്നുള്ളൂ. അവിടെ എല്ലാം ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിക്കത്തില്ല. അവിടെ റൂൾസ് ഇല്ല. അത് ആ അൽഗോരിതം ആരാണ് എഴുതുന്നത് അയാളുടെ ലോജിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അയാളുടെ രീതിയിൽ എഴുതാം. പക്ഷേങ്കിൽ അത് പറയുന്ന ഒരു 2 മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഇതാണ്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി മീനിങ് ഫുൾ ആൻഡ് അറ്റ് ലാസ്റ്റ് യു ഹാവ് ടു ഗെറ്റ് ദ സൊല്യൂഷൻ ഫോർ ദി പ്രോബ്ലം. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അവർ മെയിനായിട്ട് പറയുന്നത്. അല്ലാതെ ഇന്ന രീതിയിൽ എഴുതണം, ഇന്ന സിമ്പിൾസ് യൂസ് ചെയ്യണമെന്നൊന്നും അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. അൽഗോരിതത്തിനകത്തില്ല. പക്ഷേ ഇവിടെ അതുണ്ട്. നിങ്ങൾക്ക് ഈ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് ഐഡന്റിഫയേഴ്സ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് പറയുന്നത്. ആരാണോ പ്രോഗ്രാം എഴുതുന്നത് അയാൾ തന്നെയാണ് ആ പ്രോഗ്രാം ഐഡന്റിഫയേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നെയിംസ് കൊടുക്കുന്നത്. ആ പർട്ടിക്കുലർ എലമെന്റിന് നെയിംസ് കൊടുക്കുന്ന അയാൾ തന്നെയാണ്. പക്ഷേ എങ്കിൽ അവിടെ കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. ആ റൂൾസിന് വിധേയമായിട്ട് മാത്രമേ നിങ്ങൾക്ക് പേര് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് identifiers consist of letters, digits and underscore. ഐഡന്റിഫയേഴ്സിനകത്ത് 3 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വരാൻ പാടുള്ളൂ. 1 ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ വരാം. 2 ഡിജിറ്റ്സ്, 3 അണ്ടർസ്കോർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്
letters, digits, comma, underscore. അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ ഇത്രയും ക്യാരക്ടേഴ്സെ ഐഡന്റിഫൈ ചെയ്യാൻ പാടുള്ളൂ. റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയർ ആണ് പറയുന്നത്. നെയിമിംഗ് ഐഡന്റിഫയേഴ്സ്. റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയേഴ്സ്. അപ്പം ലെറ്റേഴ്സ് വരാം, ഡിജിറ്റ്സ് വരാം, അണ്ടർസ്കോർ വരാം. വേറെ ഒരു ക്യാരക്ടേഴ്സും ഈ ഐഡന്റിഫയറിനകത്ത് ഐഡന്റിഫയറിനെ നെയിം ചെയ്യാൻ യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത പറയുന്നത് ഐഡന്റിഫയർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഐദർ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഐഡന്റിഫയറിനെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? ആ ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ആയിരിക്കണം. ഐഡന്റിഫയർ സ്റ്റാർട്ട്സ് വിത്ത് അല്ലെങ്കിൽ the first character, the first character must be a letter. Character must be a letter or underscore. Must be a letter or underscore. വേറെ ഒരു ക്യാരക്ടർ വൈറ്റ് സ്പേസോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഒന്നും അലൗഡ് അല്ല. ഇപ്പോൾ വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. മൂന്നാമത്തെ പോയിന്റാണ് വൈറ്റ് സ്പേസ്. ഇത് ചോദിച്ചിട്ടുള്ള കേട്ടോ, പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയർ അല്ലെങ്കിൽ കൺവെൻഷൻസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയർ. അപ്പം വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. Fourth, keywords are not used as identifiers. Keywords ഒരിക്കലും ഐഡന്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. Cannot be used as identifiers. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി. അതായത് കേസ് സെൻസിറ്റീവ് ആണ്. ഇപ്പം എ എന്ന് പറയുന്ന ആൽഫബറ്റ് ഈസ് നോട്ട് സെയിം ആസ് എ. അത് രണ്ടും രണ്ട് തന്നെയാണ്, രണ്ട് വാല്യൂ ആണ്. അതായത് C++ പ്രോഗ്രാം ഈസ് കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് ആണ്. എനിക്ക് തോന്നുന്നു എയുടെ ആസ്കി വാല്യൂ 65 എയുടെ വാല്യൂ 99 ആണെന്ന് എൻ്റെ ഓർമ്മയാണ് 99 98 ആണ്. അത് 97 ആണോ അറിയില്ല, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 99 ആണ്. രണ്ടിൻ്റെ ആസ്കി വാല്യൂ ഡിഫറെൻ്റ് ആണ്. അപ്പർ കേസിൻ്റെയും സ്മോളർ ലോവർ കേസിൻ്റെയും എയുടെ വാല്യൂ ആസ്കി വാല്യൂ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് അതിന് ഡിഫറെൻ്റ് ആയിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെയാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. C++ കമ്പൈലർ രണ്ട് ക്യാരക്ടറായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം ആ കേസ് സെൻസിറ്റീവ്
Case sensitive means both the lowercase and uppercase letters are treated as differently. അതിനെയാണ് കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഐഡൻറ്റിഫയേഴ്സിനകത്ത് ലെറ്റേഴ്സ് വരാം, ഡിജിറ്റ്സ് വരാം, അണ്ടർസ്കോർ വരാം. പിന്നെ ഐഡൻറ്റിഫയർ സ്റ്റാർട്ട്സ് വിത്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ദി ഐഡൻറ്റിഫയർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ലെറ്റർ ആവാം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആവാം. വൈറ്റ് സ്പേസോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ നമ്മൾ ഒരിക്കലും ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ, നെയിം ചെയ്യാൻ, യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കീവേഡ്സ് കീവേഡ്സ് എന്താണ്, സ്പെഷ്യൽ മീനിങ് ഉള്ള വേർഡ്സ് ആണ്. അത് എന്താണ് അതിൻ്റെ പർപ്പസ്, അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം കീവേഡ്സ് ഒന്നും നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് മീൻസ് ലോവർ കേസ് ലെറ്ററും അപ്പർ കേസ് ലെറ്ററും ഡിഫറെൻറ്റ് രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ആസ്കി വാല്യൂ ഡിഫറെൻ്റ് ആണ്. എയുടെ ക്യാപിറ്റൽ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ അല്ല, സ്മോൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ. 97 99 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം ഞാനൊരു വേരിയബിൾ നെയിമിങ്ങിന് പറയാം, കുറച്ച് വാലിഡ് നെയിം ആൻഡ് ഇൻവാലിഡ് വേരിയബിൾസ് നെയിമിങ് പറയാം. അതുപോലെ ഫംഗ്ഷൻ നെയിംസ് ഇത് ഓക്കെയാണ്. അത് വേരിയബിൾ നെയിമിങ് ഈ കോൺസെപ്റ്റ്, ഈ റൂൾസ് എല്ലാം ഫംഗ്ഷൻ പേരിടുമ്പോഴും ഫംഗ്ഷൻ നെയിം ചെയ്യുമ്പോഴും അത് ഫോളോ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, സം ഈസ് എ വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, അതെ. സം നമ്പേഴ്സ് ഇങ്ങനെ പേര് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഡേറ്റയ്ക്ക് പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ്. കാരണം എന്താണ്, അവിടെ നമ്മൾ സ്പേസ് ക്യാരക്ടർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, അത് ഇൻവാലിഡ് ആണ്. സ്പേസ് പറ്റത്തില്ല, അവിടെ ഒറ്റ ക്യാരക്ടേഴ്സേ പറ്റത്തുള്ളൂ. അണ്ടർസ്കോർ ഓക്കെ, എന്നാൽ അത് വാലിഡ് ആണ്. അതുപോലെ 7 സം ഇൻവാലിഡ് ആണ്. കാരണം എന്താണ്, ഐഡൻറ്റിഫയർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് അണ്ടർസ്കോർ ഓർ എ ലെറ്റർ. ഡിജിറ്റ് ആണെങ്കിൽ ഇൻവാലിഡ് ആണ്. ഇവിടെ നമ്മൾ അണ്ടർസ്കോർ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഓക്കെ, വാലിഡ് ആണ്. ഇഫ് എന്നൊക്കെ ഐഡൻറ്റിഫയറിന് പേര് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഇറ്റ്സ് എ കീവേഡ്. അപ്പം അതുകൊണ്ട് തെറ്റാണ്, വാലിഡ് ഐഡൻറ്റിഫയർ അല്ല. ഇത്രയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനകത്ത് പറയുന്നത്. അപ്പോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം, ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, അണ്ടർസ്കോർ യൂസ് ചെയ്യാം. വേറെ ഒരു സിമ്പിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഐദർ അണ്ടർസ്കോർ ഓർ ലെറ്റർ. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ കീവേഡ്സോ വൈറ്റ് സ്പേസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒറ്റ സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റും, അണ്ടർസ്കോർ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കേസ് സെൻസിറ്റീവ് ആവും. അപ്പോൾ ഞാൻ SUM എന്ന് എഴുതി, ഇസ് എ വാലിഡ് ഐഡൻറ്റിഫയർ. ഞാൻ താഴെ എഴുതുകയാണ് SUM. മേളിലുള്ളത് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ അപ്പർ കേസ് ലെറ്റർ എഴുതി, താഴെ എഴുതിയത് ലോവർ കേസ് ലെറ്റർ എഴുതി. രണ്ടിൻ്റെ മീനിങ് സെയിം ആണ്. നമ്മൾ നോക്കുമ്പോൾ രണ്ടും സമ്മാണ്. പക്ഷേ C++ ഇത് രണ്ടും വാലിഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. പക്ഷേ C++ എങ്ങനെ എടുക്കത്തുള്ളൂ, ഇതിനെ ഡിഫറെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. കാരണം എസിൻ്റെ യുവിൻ്റെ ക്യാപിറ്റൽ എസിൻ്റെ യുവിൻ്റെ എമ്മിൻ്റെയും ആസ്കി വാല്യൂ ഡിഫറെൻ്റ് ആണ്. അതുപോലെ സ്മോൾ ലെറ്ററിൻ്റെയും എസിൻ്റെയും യുവിൻ്റെയും എമ്മിൻ്റെയും ആസ്കി വാല്യൂ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിന് രണ്ട് വേർഡായിട്ടാണ് C++ കമ്പൈലർ കൺസിഡർ ചെയ്തുള്ളൂ. അതാണ് കേസ് സെൻസിറ്റീവ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഈ സെക്ഷൻ ഇവിടെ തീരുകയാണ്. അടുത്ത ടോപ്പിക് അടുത്ത സെക്ഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും.